ശ്രീ പി ആർ ശിവശങ്കർ, ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും CPM BJP കൂട്ടുകെട്ട് എന്ന ആരോപണം കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷവും, അതല്ല കോൺഗ്രസും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട് എന്ന ആരോപണം ഇടതുമുന്നണിയും നിരന്തരം പല സന്ദർഭങ്ങളിലായി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലെ കേരളത്തിലൊരു ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ പെരുമാറ്റ രീതികൾ, രാഷ്ട്രീയ സ്വഭാവം, അതിൻ്റെ പ്രതികരണ സ്വഭാവമൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ BJPക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി BJPക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ പ്രഖ്യാപിതമായ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്നുള്ളതാണോ? കോൺഗ്രസ് മുക്ത് ഭാരത് എന്നുള്ളതാണല്ലോ. ഈ ഒരു മുദ്രാവാക്യം വെക്കുമ്പോൾ തന്നെ CPMവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു BJP തന്ത്രം എന്ന ആരോപണം നിങ്ങൾ കേരളത്തിൽ നേരിടേണ്ടി വരില്ലേ? എങ്ങനെയാണ് BJP നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? നോക്കൂ ഗോപീഷൻ, നമുക്കറിയാം കുറേ നാളുകളായിട്ട് ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിന് മുൻപിലും ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട്, ശ്രീ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി വെച്ചുകൊണ്ട് കേരളത്തിലെ ഈ വോയിസ് ഓഫ് ഇന്ത്യ, ദ ഫേസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത പാർട്ടിയല്ലേ AICC. ഇവർ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ മുഴുവൻ CPMൻ്റെ പിന്തുണയോടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ CPMും ഒരുമിച്ച് മത്സരിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലും BJPയെ തോൽപ്പിക്കുവാനായിട്ട് ഞങ്ങൾ വോട്ട് മറിച്ച് വിറ്റിട്ടുണ്ട് എന്ന് പരസ്യമായി സമ്മതിച്ച പാർട്ടിയല്ലേ. അപ്പോൾ ഇതെല്ലാം വെറും ആരോപണം മാത്രമാണ്. BJP ജയിക്കുമെന്നുള്ള ഘട്ടം വന്നാൽ നിരന്തരമായി നമുക്കറിയാം, തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും എങ്ങനെയാണ് BJPയെ തോൽപ്പിക്കുവാനും ചിലയിടത്ത് തോൽപ്പിക്കാൻ പറ്റാതെയും വിജയിപ്പിക്കുവാൻ ഇവർ ശ്രമിച്ചത്, അല്ലെങ്കിൽ അന്യോന്യം വോട്ട് ക്രോസ് വോട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് നിരന്തരം അറിയാവുന്ന കാര്യമാണ്. ഞാനത് കാരണം ആ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഗോപി ഒരു ആരോപണം ഉന്നയിച്ചെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയമായ ഒരു വശം ഈ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് VPP മുസ്തഫ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാൾ ഇരുന്നു എന്നുള്ളൊരു കഥ ഇപ്പോൾ പറയണ്ടായി, നമ്മൾക്കൊക്കെ ഓർമ്മയുണ്ട്. അത് എനിക്കിപ്പോൾ തോന്നുന്നത് അതൊരു സൂചനയോ നിമിത്തമോങ്ങാനായിരുന്നോ? അത്തരം ഒരാൾ ഇരുന്നത് കൊണ്ട് വലിയ അപകടത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവമോ, നിമിത്തശാസ്ത്രത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, എങ്കിലും അത് സൂക്ഷിക്കണം. കാരണം ഒരു കാര്യം ഉറപ്പാണ്, അതിനുശേഷം നടന്ന പല കാര്യങ്ങളും നോക്കുമ്പോൾ അത്തരം നിമിത്തങ്ങളെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. 2, ഈ പാർട്ടി ഇന്ന് അല്ലെങ്കിൽ LDF സർക്കാർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അല്ലെങ്കിൽ തുടരും എന്നുള്ള സിനിമയുടെ ഒരു പേര് വെച്ചിട്ടാണ് ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ ഭരണവും തുടരുമെന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ തുടരും സിനിമയുടെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടില്ല എന്ന്. അപ്പോൾ അത് തന്നെ അടുത്ത പ്രശ്നം, നിങ്ങൾ തുടരില്ല എന്ന് പ്രകൃതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2, ആ തുടരും സിനിമയിലെ ജോർജ് സാറിൻ്റെ കഥാപാത്രമാണ് ഇന്ന് പിണറായി വിജയൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വില്ലനായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ ജനതയുടെ മുൻപിൽ ഒരു ജോർജ് സാറിനെ പോലെ ചിരിക്കുന്നുണ്ടെങ്കിലും ആ ചിരിയെല്ലാം ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് ഈ തിരഞ്ഞെടുപ്പുമ്പോഴറിയാം. മൂന്നാമത്തെ കാര്യം പറയുന്നത് BJPയുടെ തിരഞ്ഞെടുപ്പിലെ ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏതാണ്ട് 11 സീറ്റിൽ BJPക്ക് 1ാം സ്ഥാനം, 2ാം സ്ഥാനങ്ങൾ ഏതാണ്ട് 9ഓളം സീറ്റുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 20 സീറ്റിൽ BJPക്ക് ഒറ്റയ്ക്ക് ജയിക്കാമെന്നുള്ള ഒരു ഘട്ടം വന്നു നിൽക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് നാളുകൾ, ആ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വ്യത്യാസവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ഗതികളും ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവിരുദ്ധ നയങ്ങൾ, പ്രതിഷേധവും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഞങ്ങൾക്കൊരു സഖ്യകക്ഷി കൂടി, ഒരു നല്ല സഖ്യകക്ഷിയെ കൂടി ഉടനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ശക്തമായ മുന്നേറ്റം, ഭരണത്തിലേക്കുള്ള കയറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ 2 കാര്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ NH നാഷണൽ ഹൈവേയുടെ വന്നതെന്ന്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ നാഷണൽ ഹൈവേ 30 മീറ്റർ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും VS അച്യുതാനന്ദനോട് പോയിട്ട് മൻമോഹൻ സിംഗിനെ കണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരി നിർത്തിയത് 3ാമത്തെ ദിവസമാണെന്നൊക്കെ കേട്ടത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണോ നാഷണൽ ഹൈവേ തകർക്കുവാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെ ഇടമൺ വൈദ്യുതിയെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ നീണ്ട പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഒരു വൈദ്യുതി കേന്ദ്രത്തെ തകർക്കുവാനായിട്ട് ഈ VS അച്യുതാനന്ദൻ തന്നെ പോയല്ലോ, കൂടംകുളം പദ്ധതി തകർക്കുവാനായിട്ട്
വലിയ പ്രകടനമായിട്ട് പോയില്ലേ? അതുവരെ സംസാരിക്കാത്ത മൻമോഹൻ സിംഗ് പറഞ്ഞു എനിക്ക് പലതും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടല്ലേ അദ്ദേഹം തിരിച്ചു വന്നേ. അപ്പോൾ എവിടെ വികസനം ഉണ്ടായാലും, എവിടെ ഇത്തരത്തിലുള്ള വൈദ്യുതി പദ്ധതികൾ ഉണ്ടായപ്പോൾ അതിനൊക്കെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അച്യുതാനന്ദനും പിണറായി വിജയനും ഈ അണവ റിയാക്ടർ എന്നുള്ള ഫണ്ട് 800-1000 മെഗാവാട്ട് വൈദ്യുതി കൊണ്ടല്ലേ ഇന്ന് ഇവിടെ വൈദ്യുതി പവർ കട്ടിലാണ് മാറിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൊണ്ട് വൈദ്യുത മിച്ച സംസ്ഥാനമായി മാറുമ്പോൾ ഇത് കൂടംകുളം പദ്ധതിയിൽ നിന്നെല്ലാം കടം മേടിക്കുന്ന അധിക തുകയ്ക്ക് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതൽ ഇന്ന് ഇലക്ട്രിസിറ്റി പൈസ വാങ്ങിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരല്ലേ. ഗോവയിലെല്ലാം 4 രൂപ 80 പൈസയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റിയിലൊക്കെ കാണിക്കുന്ന വലിയ തട്ടിപ്പുകളും വലിയ അഴിമതിയും. അപ്പോൾ ഇതെല്ലാം കൂടംകുളത്തു നിന്നും അതുപോലെ മറ്റു സ്ഥലത്തു നിന്നും വാങ്ങിക്കുന്ന പദ്ധതി കൊണ്ടാണ് നടക്കുന്നത്. ഒരു കാര്യമുണ്ട് പറയാം. ആരോഗ്യ കേരളത്തെക്കുറിച്ചാണ് മുസ്തഫ വാചാലനായത്. പ്രിയപ്പെട്ട മുസ്തഫ, ഒരു കാര്യം മനസ്സിലാക്കണം. ആരോഗ്യ കേരളം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ എത്ര തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഓരോ ജില്ലയിലും 200 തൊട്ട് 400 വരെ തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, അതല്ലെങ്കിൽ ഡോക്ടർമാർ, അതുപോലെ ഫാർമസിസ്റ്റ്, ഇതെല്ലാം എടുക്കുന്നത് എന്നെ അറച്ചമത്തിൽ നിന്നും NCR നാമിന്നും അല്ലേ? അവർക്കുള്ള മുഴുവൻ ശമ്പളം കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഭരിക്കുന്ന വലിയ വികസന കേരളം നിങ്ങളെന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ആശുപത്രിയിൽ, കോഴിക്കോട് ആശുപത്രിയിൽ കുടിവെള്ളം ഉണ്ടാവാണ്ട് എത്ര ദിവസം ആൾക്കാർക്ക് പുറത്തുനിന്ന് പോയി വെള്ളം എടുക്കേണ്ടി വന്നു? എത്രയേറെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് അരിവാൾ അസുഖം എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ 10 പേരല്ലേ കഴിഞ്ഞ വർഷം മരിച്ചത്? 10 വയസ്സുള്ള കുട്ടി, ഒരു സൗമ്യ, ആ കുട്ടി മരിച്ചില്ലേ മരുന്ന് കിട്ടാഞ്ഞിട്ട്? SC/ST വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട. അതുപോലെ തന്നെ മരിച്ചത് വള്ളി എന്നുള്ള മറ്റൊരു കുട്ടി, അമൃത ലക്ഷ്മി എന്നൊരു കുട്ടി. ഇതൊക്കെ മരിച്ചു വീഴുകയല്ലേ ഇവിടെ പാവപ്പെട്ട